Allah. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം നിലമ്പൂരിൽ നിന്നൊരു വാർത്ത കേട്ടു. ഒരമ്മായിമ്മ മരുമകളെ വെട്ടിക്കൊന്നു, ചായ കിട്ടാത്ത ദേഷ്യത്തിന് വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്നിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തിറങ്ങി. മരുമകളാൾ ശരിയല്ല, ഒരു തുള്ളി ചായ പോലും അമ്മായിമ്മക്ക് കൊടുക്കൂല, ആ രീതിയിലൊക്കെ മരുമകളെ കുറ്റപ്പെടുത്തിയിട്ട് ആ ഒരു അയൽപ്പക്കത്തുള്ള ആരുടെ ഒരു വോയിസാണ്. വേറൊരു കാര്യം പറഞ്ഞു കിട്ടിയിരുന്നത്, ഈ ഒരു അമ്മായിമ്മയുടെ പ്രശ്നം കാരണം മരുമകൾ പിണങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പോയതാണ്. ഒടുവിൽ ചർച്ച ചെയ്ത് ഇനി ഒരിക്കലും അമ്മായിമ്മയിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മരുമകൾ വീണ്ടും പിണക്കൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ കൊടുത്തതിന് ശേഷമാണ്, സഹിക്കാൻ കഴിയാതെ ഈ ഒരു മരുമകൾ ജീവനൊടുക്കൊരുക്കുമ്പോൾ ശ്രമിച്ചതുമാണ്. അങ്ങനെ കൊടുത്ത് നേരാതിന് ശേഷമാണ് ഈ അമ്മായിമ്മ മരുമകളെ വെട്ടിക്കൊന്നത്. ഇതിലേതാണ് സത്യം? സത്യത്തിൽ അവിടെ ഒരു ചായ കൊടുക്കാത്തതിനാണോ? വെറും ഒരു ചായ കിട്ടാത്തതിന് ഇത്രയും ആരോഗ്യമുള്ള ഒരു ശാന്ത എന്ന് പേരുള്ള ഒരു 19 വയസ്സുള്ള ഒരു അമ്മ സ്വന്തം മരുമകൾ ഇങ്ങനെ കൊല്ലോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം വെറും ഒരു ചായയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അമ്മായിമ്മ മരുമകൾ പ്രശ്നമില്ലാത്തൊരു വീടുണ്ടാവില്ല. വളരെ ചുരുക്കം. ഈ അമ്മായിമ്മയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ മരുമകൾ ഒരിക്കൽ ജീവനെടുക്കാൻ ശ്രമിച്ചതാണ്, പിണങ്ങിപ്പോയതാണ്. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നു. ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം ആരാന്ന് ചോദിച്ചാൽ, ഞാൻ പറയുമ്പോൾ ഒന്ന്, ആണുങ്ങൾ പലപ്പോഴും നിസ്സഹായരാണ്. അമ്മായിമ്മയും മരുമകൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിസ്സഹായരായിട്ട് മാറുന്ന ആണുങ്ങളാണ്. ആ ഒരു കുടുംബം നോക്കി, 2 ചെറിയ മക്കൾ, പെൺകുട്ടികൾ അനാഥരായി. ആ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം, സ്വന്തം ഭാര്യ പോയി, അമ്മ പോയി. കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ പ്രശ്നം നടത്തിയവരെ മാത്രമല്ല, അത് പലരെയും ബാധിക്കും. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, ചായ കൊടുക്കാത്ത ആളാണ്, അങ്ങനെ കിട്ടാത്ത ദേഷ്യത്തിനാണ്, സൈകിട്ട് ചെയ്തതാണ്. ഞാൻ അവരെ നോർമലൈസ് ചെയ്യല്ല. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മരുമകളെ കൊല്ലുന്നിടത്തേക്ക് എത്തി. ആ കൊല്ലാൻ കാണിക്കുന്ന ആരോഗ്യം പോലെ ചായ ഉണ്ടാക്കാൻ എല്ലാവരും ചോദിക്കുന്നത്. പലപ്പോഴും ഈ പ്രായമായ ആളുകൾക്ക് ഒരു പ്രശ്നങ്ങൾ വരലുണ്ട്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ കേൾക്കാത്ത സാധനങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്ന ഒരു മാനസിക പ്രശ്നം. ഇത് എല്ലാ കുടുംബങ്ങളും പ്രായമാകുന്ന ആളുകൾക്കിടയിലാണ്. മരുമകൾ നോക്കി ചിരിച്ചാൽ തന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ആരും പരിഗണിക്കുന്നില്ല, ഇങ്ങനൊരു തോന്നൽ പ്രായമാകുന്ന ഈ ഉമ്മമാർക്കിടയിൽ വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോളെ ഒരു ചായ എടുക്കുമെന്ന് പറഞ്ഞാൽ, ആ വിളിപ്പുറത്ത് ചായ കിട്ടിയില്ലെങ്കിൽ ഓൾക്കിപ്പോൾ ചായ തരാൻ ഇഷ്ടമില്ല, ഓൾക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമാണ് എന്ന് സ്വയം ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കും. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഇവിടെ അല്ല, മനസ്സ് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മസ്തിഷ്കം. ആ ചിന്തയുടെ ഒരു രൂപമാണെന്ത്? മനസ്സ് എന്ന് പറയണേ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുക, ഇന്ന പരിഗണിക്കാനിട്ടാണ്, ഇന്ന ദേഷ്യമായിട്ടാണ്. ഈ ഒരു ദേഷ്യം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരം വരും. ഈ നിരന്തരം വരുന്നതാണ് നമുക്ക് മറ്റുള്ളവരോട് ഫീൽ ചെയ്യുക. പ്രധാനമായിട്ടും പ്രായമാകുന്ന ആളുകൾക്ക് വരുന്നൊരു അസുഖമാണ്. അതുകൊണ്ട് അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. എങ്ങനെ മരുന്നുണ്ട്, സൈക്കാട്രി കാണിച്ചാൽ മരുന്ന് കിട്ടും. വീടിൻ്റെ അധികാരം എന്നാണോ മരുമകൾ എടുക്കുന്നത്, അവിടെ മുതൽ അമ്മായിമ്മ തെറ്റും. ഇത് 2 കൂട്ടരുടെ കയ്യിലുള്ള പിഴവുകളാണ് പലപ്പോഴും ഇങ്ങനെ ഒരു ക്രൈമിലേക്ക് എത്തുക. അപ്പോൾ ഞാൻ ഈ ഒരു ക്രൈമിനെ അനലൈസ് ചെയ്യാറൊന്നും ഞാൻ ആളല്ല. വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് മലപ്പുറം നിലമ്പൂർ ആ ഒരു കളികാവോ കരുളായോ ആ ഭാഗത്ത് സംഭവിച്ചത്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബേജാറ്. ഒരു ചായ കൊടുക്കാത്തതിനൊക്കെ മരുമകളെ തല്ലിക്കൊന്നു എന്നാണ് വാർത്ത. പക്ഷെ അത് ചായ കൊടുക്കാത്തതല്ല പ്രശ്നം. ചായ കൊടുക്കാത്ത ആ ബ്ലാസ്റ്റിങ്ങിൽ സംഭവിച്ചൊരു പ്രശ്നം മാത്രമാണ് ഇത്. അതിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് ഈ അമ്മായിമ്മ മരുമകളായിട്ട്. നിങ്ങൾ മിക്ക വീടുകളിലും ഈ പ്രശ്നങ്ങൾ കാണാം. ഒരു ഭാഗത്ത് മരുമകളാണ് പ്രശ്നമെങ്കിൽ മറുഭാഗത്ത് ആരായിരിക്കും? അമ്മായിമാർക്കും പ്രശ്നം. ചിലപ്പോൾ രണ്ടും പ്രശ്നമാണ്. ഒരു ഉമ്മ വീട്ടിലിങ്ങനെ വലിയ ആളായിട്ട്, വീട്ടിലെ വാപ്പുണ്ടെങ്കിലും ഉമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വാപ്പ പാവം ഗൾഫിലൊക്കെ ആയതുകൊണ്ടും അധ്വാനിച്ച് കൊണ്ടിരുന്ന ആളുകളായതുകൊണ്ടും വലിയ സൈലൻ്റ് ആയിരിക്കും. വീടിൻ്റെ ഒരു ഗൃഹഭരണം ആരുടെ കയ്യിലാണ്? ഉമ്മയുടെ കയ്യിലാണ്. മകൻ കല്യാണമൊക്കെ കഴിച്ച് വരുമ്പോൾ മകൻ്റെ കയ്യിൽ വലിയൊരു അധികാരം ആരുണ്ട്? ആ ഉമ്മാക്കുണ്ട്. മകൻ എന്ത് വരുമ്പോഴും ഉമ്മാട് ചോദിക്കുന്നു. കല്യാണശേഷം ആ അധികാരം പകുത്തു പോവുകയാണ്. ആരിലേക്ക്? മരുമകളിലേക്ക്. അത് ഉമ്മാക്കൊരു സഹിക്കുമ്പോൾ ഒരു പ്രയാസമാണ്. തുടക്കത്തിലൊക്കെ വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രായമാകുന്ന ഈ തോന്നലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തോന്നൽ, ആ ഒരു തോന്നലിങ്ങനെ വരും. ഞാനിവിടെ ഒന്നുമല്ല, ഇന്നിപ്പോൾ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ. ആ തോന്നൽ വർദ്ധിച്ചിട്ട് ഇതാരോടുള്ള വിരോധാവാണ്? പക്ഷെ മകനോടുള്ള ദേഷ്യം ഉണ്ടാവുക.
അത് ആരോടാണ് കാണിക്കുന്നത്? മരുമകളോട് കാണിക്കും. എന്നിട്ട് ഈ മരുമകളുടെ കുറ്റങ്ങൾ അപ്പുറത്ത് പോയിട്ട് പറയും, ഇപ്പുറത്ത് പോയിട്ട് ഓള് വന്നതിന് ശേഷം കുടുംബത്തിൽ നല്ലൊരു, ഞാനിപ്പോൾ ഈ ബദരീങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോൾ 27 ഞാൻ പറഞ്ഞതാണ് അരിയൊന്നും എടുത്തിട്ട് അരച്ചിടാൻ, ഇവിടെ ഓൾക്കിപ്പോൾ അതിന് വലിയ വില. ആ ഒരു ഭാര്യ, ആ ഒരു മരുമകൾ എന്താ കരുതിയിട്ടുണ്ടാവും, എന്തിനാണ് വെറുതെ ഉമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കണം, ഞാൻ തന്നെ ഒരു പഴം മേടിച്ച് കൊടുത്തിട്ടൊന്ന് പൊരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ എന്ന് അവരൊരു ഡിസിഷൻ എടുത്തേക്കാണ്. പക്ഷേ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, മോളെ ഇന്നെന്താണ് നോമ്പറക്കാൻ, മോൾക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പോൾ ഒരു മരുമകൾ പറയും, ഞാൻ അമ്മയുടെ അങ്ങോട്ട് പറയാൻ നിൽക്കരുത്, അപ്പോഴാണ് അമ്മ അങ്ങോട്ട് പറഞ്ഞത് എന്നൊരു സോപ്പ് ഇടലോ. ഇതൊക്കെ ലൈഫിൽ പോയി. ഈ സോപ്പ് ഇടലൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ പറയാം. പലരും ഇത് രണ്ടു പക്ഷം പിടിക്കുകയാണ്. ഒരു കൂട്ടർ അമ്മായിമ്മ പ്രശ്നക്കാരിയാണെന്ന് പറയുന്നു, മറു കൂട്ടർ മരുമകൾ പ്രശ്നക്കാരിയാണ്. നമ്മൾ ആരെയും പ്രശ്നക്കാരാക്കേണ്ട, എല്ലാവരും സാധുക്കളാണ്, എല്ലാവരും ഡീസൻ്റാണ്. ഏത് മരുമകൾ എടുത്തോക്ക്, മരുമകളെ ഒറ്റക്ക് എടുത്തു കഴിഞ്ഞാൽ മരുമകൾ ഡീസൻ്റ്, അമ്മായിമ്മേനെടുത്തൊക്കെ ഭയങ്കര പാവം. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കീരിമ്പാമ്പ്. ഇതെങ്ങനെയാണ് കീരിമ്പാമ്പ് ആവുന്നത്? പ്രശ്നം കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൽ പെട്ടുപോകുന്നൊരു പാവ ആൾക്കാരുണ്ട്, അവരാണ് ഈ ആണുങ്ങളെല്ലാവരും ഡീസൻ്റ് ആണെന്നല്ല ഞാൻ പറയണത്. പലപ്പോഴും ആണുങ്ങൾ നിൽക്കേണ്ടിടത്ത് നിൽക്കാതിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുക. ചില വീടുകളിലൊക്കെ കാണാം, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മരുമകൾ നേരത്തെ എണീറ്റില്ല, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കൊണ്ടേ കളഞ്ഞ്, ഇതൊക്കെ നേരെ ഗൾഫിലേക്ക് വിളിച്ചരും. ഇങ്ങനെ കിട്ടുന്ന അയച്ചടാ, കാശ് ഇങ്ങനെ കിട്ടുന്ന അയച്ചോ. ഇവിടെ എന്താ കണ്ടില്ലേ, ഒരു കൊട്ടക്കണക്കിന് ചായ ഉണ്ടാക്കിയേക്ക്, ഒരു ചെമ്പ് പാത്രം മുഴുവൻ ചായ. എന്നിട്ട് ഇത് കണ്ടാൽ മക്കൾക്ക് വേണ്ട, കേട്ടുന്ന ഒഴിക്കന്നെ, പഞ്ചസാരയൊക്കെ ഇവിടുന്ന കാശ്, ചായപ്പൊടിക്ക് ഇവിടുന്ന കാശ്, വെള്ളം ഇവിടുന്ന് ഫ്രീ ആയതുകൊണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ എന്തിനാണ് ചായ കൂടുതൽ ഉണ്ടാക്കിയത്? അപ്പോൾ ഈ മരുമകളുടെ ഉള്ളിൽ ഈ തള്ളെന്തിനാണ് ഈ ചായ ഉണ്ടാക്കി വിളിച്ചേരണേ? പറഞ്ഞില്ലേ? അപ്പോൾ ഇതങ്ങനെ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഒരു ഉമ്മാക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നൊരു ഇടം മകനാണ്. മകനവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കി കഴിഞ്ഞാൽ അത് ഭാര്യയോട് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ചോദിക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ മകനോടല്ല വിരോധം ഉണ്ടാവണം, മറിച്ച് ആരോടാണ്? അമ്മായിമ്മനോടാണ്. വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരുന്ന ഒരാളാണ്, എപ്പോൾ പുറത്ത് പോകുമ്പോഴും 1 കിലോ മുന്തിരി കൊണ്ടും എന്തെങ്കിലും മിഠായി കൊണ്ടും വരുമ്പോഴൊക്കെ നേരത്തെ ഉമ്മാൻ്റെ കയ്യിൽ ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരാളാണ്. ആഫ്റ്റർ മാരേജ് അത് വന്ന് കൊടുക്കുന്നത് ഭാര്യയുടെ കയ്യിലാണ്. അപ്പോൾ ഉമ്മ കരുതും, ഓന് പാരായി, നമ്മളെ കയ്യിൽ കരുതിയ സാധനം ഞാൻ തന്നെ ഇവിടെ വിതരണം ചെയ്തിരുന്നതാണ്. പക്ഷേ ഓളോ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ നമ്മളെന്തിങ്ങനെ ഒരു തരം ഇങ്ങനെ ഒരു എസ്കേപ്പിസം, ഒരു തരം അസൂയ വരികയാണ്, ഒരു കുഞ്ഞു വരികയാണ്. അപ്പോൾ അത് നേരെ ഭാര്യയുടെ കൈ കൊണ്ടുകൊടുത്തിട്ട് പറയും, എന്തായാലും ഇമ്മ അത് കൊണ്ടുകൊടുത്താൽ അമ്മ കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ഭാര്യ നേരെ കൊണ്ടുകൊടുക്കുകയാണ്. അമ്മ അത് കുടിക്കും, എല്ലാവർക്കും കുടിക്കും, അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഉമ്മക്ക് തോന്നുകയാണ് മരുമകളിനെ റെസ്പെക്ട് ചെയ്ത് കണ്ടില്ലേ ഓൾക്ക്. അപ്പം ഉമ്മ പറയും, അവൾ അതിച്ചിട്ട് കൊടുത്താൽ അതാണ് നല്ലത്. അതോടുകൂടി പ്രശ്നം സോൾവായി. ഉള്ള ബിഹേവിയർ അത് നന്നാക്കിയാൽ മതി. വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമല്ല. ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ കുറേ ഡിഗ്രി വാങ്ങി, കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങി, ഇതൊന്നുമല്ല. മനുഷ്യരോടുള്ള പെരുമാറ്റം അതും ഡീസൻ്റാണോ, നമ്മൾ നന്നാവും. മരുമകളുടെ അമ്മായിമ്മടി പ്രശ്നം അനുഭവിക്കാത്തവരുണ്ടാവില്ല. ചില മരുമകൾ പറയും, ആ തള്ളനെ കൊണ്ട് ഞാൻ 10-16 കൊല്ലം ഞാൻ കുടുങ്ങി, ഇപ്പോൾ വീട് മാറി നിന്നപ്പോൾ ഉഷാറായി. വീട് മാറി നിന്നപ്പോൾ അമ്മായിമ്മനോട് സ്നേഹമാണ്. അപ്പോൾ സ്നേഹമുള്ള അമ്മായിമ്മ തന്നെയാണ്. ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അമ്മായിമ്മ മാത്രം കുറ്റക്കാരിയാണെന്ന് കരുതുന്ന മരുമകൾ മാത്രം കുറ്റക്കാരിയാണെന്ന് പറയുന്നൊരു അമ്മായിമ്മ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. 2 പേർക്കും എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിലെ അമ്മായിയും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആരാണ് കുറ്റക്കാരൻ? അപ്പോൾ ഒരു വീട്ടിലെ അമ്മായിയും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ കാരണക്കാരൻ അമ്മായിമ്മയാണോ മരുമകളാണോ? എന്താണ് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ പറ. ഒരു വീട്ടിലെ അമ്മായിയും മരുമകളും തമ്മിൽ ഇഷ്യൂ ഉണ്ടാവുകയാണെന്നെങ്കിൽ അവിടുത്തെ യഥാർത്ഥ കുഴപ്പക്കാർ അമ്മായിമ്മമാരാണോ അതോ മരുമക്കളാണോ അതോ അതിൻ്റെ ഇടയിൽ കിടന്ന് പിടയുന്ന ആണുങ്ങളെന്ന ഭർത്താക്കന്മാരാണ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ ഒരു യുദ്ധ സമയത്ത് എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പാചകവാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് 2 കടലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ്. ഒന്ന് ഈ കടലിടുക്ക്, ഏത് 2 കടലുകളെ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക് എന്നതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.